ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. നമ്മളിപ്പോൾ കരിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ഒരു മെമു വന്നിട്ടുണ്ട്. സുനീറൊക്കെ വരുന്നേ ഉള്ളൂ. അവരവരുടെ സ്ഥലത്ത് നിന്ന് ഓട്ടോയ്ക്കകത്ത് കയറി ഇവിടെ വരും. അവരവിടെ നിന്ന് പുറപ്പെട്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് ട്രെയിൻ 6 മണിക്ക് എന്തോ ആണ്. ഇപ്പം 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സാബർ പോണു. അവർ വന്നിട്ടുണ്ട്. അവർ അവിടെ നിന്നിട്ട് അവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. അവരെന്നെ വിളിച്ചു. ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. ക്രോസ് ചെയ്തിട്ട് അവർ ഇപ്പം വരും. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. S3 കോച്ച്. അപ്പം കയറാം. ഇത് ബാക്കിലാണോ ഫ്രണ്ടിലാണോ? നമ്മളങ്ങ് ബാക്കിലാണ് നിൽക്കുന്നത്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ അങ്ങ് വരെ ഓടണം. നമ്മളപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്തെത്തി. സാബറോടെ നിൽക്കുന്നു. അവന് ചോദിച്ചു ഇപ്പോഴേ കഴിക്കുന്നു. ഇവർ വന്നപ്പോൾ തന്നെ കുറച്ച് സ്നാക്സും പിന്നെ വെള്ളവും ഫുഡും എല്ലാം ഇവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ തിരുവനന്തപുരത്തെത്തി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് തിരുവനന്തപുരമൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ എടുത്തത്. നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു യാത്രയായിരുന്നു ആക്ച്വലി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ. നമ്മളിപ്പോൾ ഇവിടെ മധുരയിൽ തിരിക്കുകയാണ്. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത്. പുനലൂർ മധുര എക്സ്പ്രസ്. ഇതിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ നമ്മളിപ്പം സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. കറക്റ്റ് വഴിയാണോ നമുക്കറിയത്തില്ല. പൊക്കോണ്ടിരിക്കുക. എവിടെ ചെന്നെത്തുമെന്ന് അറിയത്തില്ല. കറക്റ്റ് വഴിയിലാണോ പോകേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റ് വഴി കൂടാണോ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പം മധുരൈ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നടക്കുവാണ്. ഒരുപാട് പഴയ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ലോഡ് ഓട്ടോക്കാരവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയ സമയത്ത് ഇവിടുന്ന് അമ്പലത്തിലോട്ട് ഏകദേശം 10-15 മിനിറ്റത്തെ വോക്ക് മാത്രമേ ഉള്ളൂ. ഓട്ടോക്കാർ 100 രൂപ തരുവാണെങ്കിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നേരെ നടന്നു വന്നിട്ട് ഇവിടെ കയറി ചായ കുടിച്ചു. ഇനി നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോവാം. ഗൈസ്, നമ്മളാ കാണുന്ന ഗോപുരമാണ് കേട്ടോ അമ്പലത്തിൻ്റെ. ക്യാമറ ക്വാളിറ്റി ഷോക്ക് ആയതുകൊണ്ട് അത്ര ഭംഗിയില്ല. പക്ഷെ അത് നമ്മൾ നേരിട്ട് കാണുമ്പം ഒടുക്കത്തെ ആ നടുക്കെല്ലാം ഓരോ ലൈറ്റൊക്കെ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. അമ്പലത്തിൻ്റെ ഒരു മെയിൻ ഏരിയയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇപ്പം അമ്പലം തുറക്കാൻ ഇനിയും സമയമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ എത്തി. 5 മണിക്ക് അമ്പലം തുറക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം 3-4 മണി ആയിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ. ഗൈസ്, നിങ്ങൾ മധുര അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നട തുറക്കുന്നത് 5 മണിക്കാന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങളുടെ സാധനങ്ങൾ അവിടെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ അമ്പലത്തിനകത്ത് കയറുക. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ 5 മണി അടുപ്പിച്ചാവുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്രത്തോളം നേരത്തെ ആൾക്കാർ വന്നുവെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നേരത്തെ തന്നെ അവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണും ബാഗും എല്ലാം വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ട് വേറെ എങ്ങും കൊണ്ട് ചെന്ന് വെക്കണ്ട, ക്യാഷ് കൊടുത്ത്. ഫോൺ അവിടെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അകത്തുള്ള കാര്യങ്ങളോ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് അലൗഡ് അല്ല. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അതേപോലെ തിരിച്ച് പോകണം. ഇനി നമ്മൾ പോകുന്നത് എവിടെയൊക്കെ ട്രിച്ചിയിൽ പോകണം. ട്രിച്ചിയിൽ അവിടെ വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പം എത്തുമ്പോൾ കാണാം. മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇവിടെ ഒരു ജെയിൻ ടെമ്പിൾ കൂടിയുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരുപാട് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന രീതിയിലുള്ളൊരു ടെമ്പിൾ കണക്ക് തന്നെയാണ് ഇവരുടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്.
ഇവിടെ വന്നിട്ട് മധുരയിലെ ജിഗർതണ്ട കുടിച്ചില്ല എന്നില്ല, കുടിക്കണമെന്നുണ്ട്. ഇപ്പം വരും ക്ലോസ്ഡാ. എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോഴെല്ലാം കുടിക്കാൻ പറ്റിയാൽ കുടിക്കണം. നമ്മളിപ്പം നമ്മൾ വെസ്റ്റ് സൈഡിലായിരുന്നു വന്നത്. അവിടെ നിന്ന് നടന്ന് ഇപ്പോൾ അടുത്ത സൈഡിലോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ വഴിയാണ് പോവേണ്ടത്. ഇവിടെ എന്തോ ഒരു പാലസ് ഉണ്ട്. ആ പാലസിലേക്ക് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഗോപുരത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ആ അടുത്ത ഗോപുരത്തിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, റെനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇവിടെ വേറെന്തോ ഒരു ഇവിടെ രാവിലെ 8 മണി തൊട്ട് 8 വരെ എന്തോ അന്നദാനമുണ്ടോ. അത് ഞങ്ങൾ മറ്റേ മുഖപ്പിക്ക് പോയിട്ട് ഒറ്റ 1-2 വട്ടം അങ്ങനെ മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിച്ചുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് നല്ല ഫുഡ് കഴിക്കും. മധുരൈ സിറ്റി പോലീസ് സ്റ്റേഷൻ. നമ്മള് ആ ഒരു പാലസിലെത്തി. പാലസിന്റെ പേരെന്താണ്? തിരുമലൈ നായ്ക്കർ മഹാൾ. അതാണ് മധുരയിലെ തിരുമലയും നായ്ക്കർ മഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 9 മണിക്ക് സ്റ്റാർട്ട് ആവത്തുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം 8 മണി ആയിട്ടുള്ളൂ. നിങ്ങളൊക്കെ 1 മണിക്കൂർ ഫുഡൊന്നും കഴിച്ചില്ല. സ്റ്റോപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഇനിയൊരു ഇവിടുന്ന് ഏതോ വലിയ ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇവിടെ തുറക്കത്തേ ഉള്ളൂ. ലിറ്ററലി ഞാൻ അന്തം വിട്ടുപോയി ഈ ഒരു ചർച്ചൂടെ കണ്ടപ്പോൾ. നോശാന കയറല്ലേ, അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ട് അവിടെ. ഒരു ദിവസം തേരാപ്പാര നടക്കും. ഞങ്ങളിവിടെ നിന്ന് പട്ടി പോസ്റ്റാണ്. നല്ല തിരക്ക് കാരണം നമുക്ക് സീറ്റില്ല, ദൂരിക്കുന്നു. ഇനി ഞായറാഴ്ച കണ്ടോണെന്ന് അറിയത്തില്ല. ഒരുപാട് ഷോപ്പുകളൊക്കെ നമ്മൾ കണ്ടെങ്കിലും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ചിലടത്ത് കയറി ചോദിക്കുമ്പം ഫുഡ് ആയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അവസാനം ഇത് മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് കാരണം സീറ്റും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് വേറെ എന്തെങ്കിലും ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മധുരൈ പാലസ് പോസ്റ്റ് ഓഫീസ്, മധുരൈ CSI ഹോസ്പിറ്റലാണ്. ഓക്കെ, ഹോസ്പിറ്റൽ. 1969 പണി കഴിപ്പിച്ച സെന്റ് മേരീസ് കത്തീഡ്രലാണിത്. അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം, കഴിക്കണം, വിശക്കുന്നു. വാഷ്റൂമിൽ പോകണം. അവിടെ വാഷ്റൂം വല്ലതും ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കുള്ള പൂരി വന്നു. ഇനി അവിടെ നെയ് റോസ്റ്റും പിന്നെ പൊടിദോശയൊക്കെയാണ്. അപ്പം വരുമ്പോൾ അറിയാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. സമയത്തിൻ്റെ അഭാവം മൂലം നമുക്ക് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നേരെ പാലസിൽ പോകണം. പാലസിൽ പോയിട്ട് അവിടുന്ന് നേരത്തെ ഇറങ്ങിയൊക്കെ വേണം. അപ്പോൾ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാനിനിയിപ്പം പാലസിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ സീനിയർ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. പാലസിലെ തടവറകളിൽ ഒന്നായിരുന്നു എന്ന് തോന്നുന്നു ഇത്. ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ പണികളൊക്കെ, ചിത്രപ്പണികൾ, കൊത്തുപണികൾ, ഒക്കെ സാധനങ്ങളൊക്കെ സോറി, നല്ല രസമുണ്ട്. നമ്മളേതൊരു യൂറോപ്യൻ്റെ അത്രയൊന്നും വരില്ല എങ്കിലും ഏകദേശം ആ ഒരു രീതിയിലൊക്കെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. ചില പെയിന്റുകളൊക്കെ ഓൾറെഡി പോയി തുടങ്ങി. ചില ഭാഗങ്ങളിലൊക്കെ നല്ല രസമാണ് കാണാനും. ഇവിടുത്തെ രാജാവിൻ്റെ റൂംസൊക്കെ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ രാജാവിൻ്റെ സിംഹാസനവും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ സിംഹാസനത്തിന് തുല്യമായിട്ടുള്ളൊരു സംഭവമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിലായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ എന്ത് വിസ്തീർണമാണെന്ന് എനിക്ക് ഇത് ഈ ക്യാമറയിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. $2000 വർഷം പഴക്കമുള്ള സാധനമാണ്.
ഓക്കെ, ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മരിച്ചു കഴിയുമ്പം ഇതിൽ ഇട്ടിരുന്നായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് 1 AC പക്ഷെ AD എന്തോ വരുന്നത്, AD അല്ല AC അല്ലേ, 1 CAD, ഫസ്റ്റ് സെഞ്ചുറിയാണ്, തമ്പുരാനറിയാം. നമ്മൾ രാവിലെ വന്ന് അതേ വഴി കൂടെ തന്നെ ആട്ടോ തിരിച്ചു വരുന്നത്. ഇതെല്ലാം ഇന്ന് രാവിലെ ക്ലോസ്ഡ് ആയിരുന്നു, നമ്മൾ വന്നത് നേരത്തെ ആയിരുന്നു. ഇപ്പം ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്സ് ഒക്കെയാണ് ഈ ഏരിയയിലൊക്കെ ഉള്ളത്. ഒരുപാട് തുണിക്കടകൾ, സാരി ഒക്കെ നമുക്ക് ഹോൾസെയിലിന് എടുക്കുന്നതും ബഞ്ചായിട്ട് എടുക്കുന്ന രീതിയിലായിട്ടൊക്കെ ഉള്ള അപ്പം ഇവിടെ ഒരുപാട് ഷോപ്സൊക്കെ ഇപ്പം തുറന്നിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രിച്ചിക്ക് പോകണം. നമ്മൾ അവിടെ പാലസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നടന്ന് നമ്മൾ വന്ന വഴി കൂടെ വരാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മളൊരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലൊരു ടേൺ എടുത്ത് അത് കുറച്ച് ചുറ്റായിപ്പോയി. അങ്ങനെ കുറച്ച് ടൈം എടുത്തു. അങ്ങോട്ട് നടന്നതിനേക്കാളും ഇരട്ടി തിരിച്ച് നടന്നുകൊണ്ട് ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കുറച്ച് സമയമുള്ള ടൈറ്റ് ഷെഡ്യൂളാണ്. എങ്ങനെയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം, ട്രെയിനിൽ കയറണം. എനിക്കൊന്നും ഇവിടെ കിടക്കുന്ന ട്രെയിനാണെന്നാണ് തോന്നുന്നത്. നേരത്തെ വന്നതിന് ചിലപ്പോൾ സീറ്റ് കിട്ടിയാണേ, സീറ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. ഈ ഓമാരെങ്ങോട്ട് പോയി? എങ്ങോട്ടാ പോയ? അകത്തോട്ടായിരിക്കും. പിന്നെ ജിഗർദണ്ടയൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു മധുര വന്നിട്ട്, അത് നടന്നില്ല. പിന്നെ അവന്മാരോട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നു. ഇനി ഇങ്ങോട്ടേക്ക് എപ്പോൾ വരുമെന്നൊന്നും പറയാക്കൊത്തില്ല. അപ്പോൾ ജിഗർദണ്ടയൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചത്, അതെന്തായാലും നടന്നില്ല, തിരക്ക് കാരണം. പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു. നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിൻ ഇപ്പം വരുമെന്നാണ് അറിയിച്ചത്, വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കോച്ച് പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും ജനറലാണ്, ടിക്കറ്റ് കയറൊന്നുമില്ല. നല്ല തിരക്കുണ്ട്, എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. നല്ല കുഴഞ്ഞുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. ട്രെയിൻ എത്തി. ഒരു യുദ്ധം തന്നെ നടക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അകത്ത് തിരക്കുണ്ടാവുമെന്ന് അറിയത്തില്ല. മുംബൈയിൽ നിന്ന് വരുന്ന ട്രെയിൻ എന്തോ ആണ്. മുംബൈ അല്ലേ? മുംബൈ നാഗർകോവിലോട്ട് പോകുന്നത്. അധികം തിരക്കോ മധുരയിൽ കുറച്ചൊരു ഇറങ്ങുമായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കില്ല. വിചാരിച്ച പ്ലാൻസോ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്ന പ്ലാനെങ്കിലും നടത്താമെന്ന് കരുതി. പക്ഷേ ഇന്ത്യൻ റെയിൽവേ നമ്മൾ അതിനും നടത്തിച്ചില്ല. നമ്മൾ പോവേണ്ട ട്രെയിനിൻ്റെ റൂട്ടൊക്കെ ചേഞ്ച് ചെയ്തു, ഒരുപാട് സ്റ്റോപ്സൊക്കെ കട്ട് ചെയ്തു. അവസാനം കണ്ടെടുത്തെല്ലാം പിടിച്ച് ഇട്ട് നിർത്തി അവസാനം ലേറ്റായി. ഒരുമാതിരി നമ്മൾ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയേ. ഭയങ്കര ക്ലീനിങ്. നല്ല ആക്ച്വലി നല്ല ടയർഡായിരുന്നു. ടിക്കറ്റ് தெரியாதுண்ணே. റിസർവേഷൻ കൗണ്ടർ എക്സിറ്റിംഗ് ഇருக்கு. ഓക്കെ. അപ്പം എന്തായാലും നല്ല ടയർഡായിട്ടാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ അണ്ടർ സബ്വേ നോക്കി എനിക്കിത് പുതുതായിട്ട് പണിതാണോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ ഒടുക്കത്തെ ക്ലീൻ. ഇത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ വന്ന് പോകുന്ന ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ തഞ്ചാവൂർക്ക് പോകാനായിരുന്നു പ്ലാൻ. അതെന്തായാലും നടക്കില്ല. നമ്മുടെ തഞ്ചാവൂർ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. കാരണം ഇപ്പോൾ വന്ന ട്രെയിൻ നശിച്ച ട്രെയിൻ, അതിൻ്റെ റൂട്ട് മാറ്റി പിന്നീട് റീഷെഡ്യൂൾ എന്തോ ആക്കി, അതൊരുപാട് ചേഞ്ചസ് വരുത്തി. അവസാനം ഒരുപാട് കറക്കി ഉള്ള സ്റ്റേഷനെല്ലാം പിടിച്ചിട്ട് നിർത്തിയിട്ട് കൊണ്ടുവന്നൊരു ട്രെയിനായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമയം എല്ലാം നഷ്ടമായി. നമുക്ക് വേറൊരു പ്ലാൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ലാസ്റ്റ് നമ്മുടെ പ്ലാൻസ് എല്ലാം ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മൾ ഏകദേശം 1 മണിക്കൂർ മുന്നേ ഇവിടെ എത്തേണ്ടതാണ്. 1 മണിക്കൂറോളം ഡിലേ ആയതുകൊണ്ട് ഇനി നമ്മൾ തഞ്ചാവൂർ ചെല്ലുമ്പോഴത്തേക്കും അത്രയും താമസിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ സമയം കിട്ടില്ല. അടുത്ത ട്രെയിനിൽ തിരിച്ച് നമ്മൾ ഇവിടെ തിരിച്ച് വന്നതിന് ശേഷം നാട്ടിൽ പോകേണ്ടി വരും. അതുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. ആദ്യം ഫുഡ് കഴിക്കണം, എന്നിട്ട് ഇവിടെ വെള്ളം കറങ്ങി നിന്നതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു
പഴയ ഒരു ട്രെയിനിൻ്റെ മോഡലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. നമുക്ക് മധുരയിൽ വെച്ചിട്ട് ജിഗർദണ്ഡ കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ ഒരു ജിഗർദണ്ഡയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ പാർസൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം സുനീറും മുബിയും കൂടെ ഒരു ജസ്റ്റ് കൊച്ചിനെ നിന്ന് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞാനും സാബറൊക്കെ കൂടെ വെയിറ്റ് ചെയ്യുക. അവർ വന്നിട്ട് ട്രെയിനിപ്പോൾ വരും. അപ്പം അവർക്ക് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ കൊല്ലത്ത് വന്ന് ഇറങ്ങി നടക്കുമായിരുന്നു. ജനറലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സീറ്റ്, ക്ഷീണം, ഉറക്കം. അതുകൊണ്ട് പിന്നീട് വേറെ വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഇവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം ബസ് വന്നില്ലെങ്കിൽ അല്ല ഓട്ടോയാണെന്ന് നോക്കും. പക്ഷേ ഈ ഏരിയയിലങ്ങ് ഒന്നും കാണുന്നില്ല. സോ നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. നമ്മുടെ ട്രിപ്പ് നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. ട്രെയിനിൻ്റെ ടൈമൊക്കെ നമ്മൾ ഒരുപാട് ബാധിച്ച് അതോടുകൂടി മൊത്തത്തിൽ പൊളിഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോയി ആ പാലസ് കണ്ടു, അമ്പലത്തിൽ കയറി, അതൊക്കെ തന്നെ വലിയ കാര്യം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. എല്ലാവരും അപ്പുറം സൈഡിൽ ഉണ്ട്. അപ്പോൾ ശരി, ബൈ.